Hi, hello, good evening Maklai. So welcome back to our biology classes. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അനിമൽ കിങ്ഡം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിലൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നത്, റൈറ്റ്? നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻസ്, അതായത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് അബൌട്ട് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമെട്രീനെ പറ്റിയിട്ട് സംസാരിച്ചു. ആൻഡ് ദെൻ സീലം എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ triploblastic organization based on their germinal or the embryonic layers, and I hope these all are clear for you now. Okay അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടല്ലേ വന്നേ? മക്കളെ വീണ്ടും പറയാണ്, യു ഹാവ് ടു മേക്ക് റിവിഷൻ പ്രോസസ്സ്. ഓക്കെ, റിവിഷൻ പ്രോസസ്സ് നന്നായിട്ട് നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം ദ വെരി നെക്സ്റ്റ് ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനും ഒരു എനർജി ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കത്തണ്ടേ, നമുക്കിത് മനസ്സിലാവണ്ടേ എന്താണ് ഈ പറയുന്നത്. ലൈക്ക് ഈവൻ ഇഫ് ഐ എം ടേക്കിംഗ് ദ ക്ലാസ്സസ്, ഇഫ് ഐ എം ടേക്കിംഗ് ദ ക്ലാസ്സസ് നൗ, ഐ വിൽ ബി മെൻഷനിങ് ദ previous day's class. Some topics from that I will be mentioning that. So whenever I do mention that, you have to get it on your mind, right? അങ്ങനെ നമ്മളുടെ മൈൻഡിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ ക്ലാസ് കണ്ടിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ഓൺ ചെയ്യണം. നമുക്കിനി രണ്ട് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെയാണ് ബാക്കിയുള്ളത്. ഏതൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് സെഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നോട്ടോകോഡ് എന്ന് പറയുന്നതും. ഓക്കെ, സെഗ്മെൻറ്റേഷൻ ആൻഡ് നോട്ടോകോഡ്. ഇതോടുകൂടെ നമ്മളുടെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും. ആൻഡ് ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്, അതായത് അവരുടെ ഫൈലം ക്ലാസിഫിക്കേഷനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ മക്കളെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഈസ് സെഗ്മെൻറ്റേഷൻ. എന്താണ് സെഗ്മെൻറ്റേഷൻ? നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, സിമ്മട്രി പറഞ്ഞ സമയത്ത് ഇവരെങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈക്വൽ റേഡിയൽ ഹാഫ്സ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്മട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ സെഗ്മെൻറ്റ്സ് ആക്കുക, അതാണല്ലോ സെഗ്മെൻറ്റേഷൻ. അതായത് കട്ട് ചെയ്യുമ്പോൾ സെഗ്മെൻറ്റുകളാക്കാൻ പറ്റുക എന്നുള്ളതാണ് സെഗ്മെൻറ്റേഷൻ. സോ അതിനെ പറ്റിയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. സി, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു വേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് മെറ്റാമറിസം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മെറ്റാമറിസം എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചോ, കാരണം ഇതിന് സിമിലർ ആയിട്ടുള്ള വേറെയും രണ്ട് വാക്ക് നിങ്ങൾ കാണും. വീണ്ടും വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഓൺ ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾ വേറെയും ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ നിങ്ങൾ കാണും. മാറിപ്പോവരുത്. സെഗ്മെൻറ്റേഷനിൽ വരുന്നത് ആരാണ്? ദാറ്റ് ഈസ് മെറ്റാമറിസം ആണ്. ഓക്കെ അല്ലേ മക്കളെ? സോ ഇൻ സം ആനിമൽസ് ദ ബോഡി ഈസ് എക്സ്റ്റേർണലി ആൻഡ് ഇന്റേർണലി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ് വിത്ത് എ സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. എന്ന് വെച്ചാൽ നമ്മളൊരു ആനിമലിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെദർ ഇഫ് വി ആർ ഡിവൈഡിങ് ഇറ്റ് എക്സ്റ്റേർണലി ഓർ ഇൻറ്റേർണലി, ചില ഓർഗൻസ് അവരുടെ സീരിയൽ റിപ്പീറ്റേഷൻ നടക്കും. ഈവൻ ഇഫ് യു ആർ ഡിവൈഡിങ്, അവിടെ സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് ഓർഗൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തതിനെയാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെ പല പല സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും വിത്ത് എ സീരിയൽ റിപ്പീറ്റേഷൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വിത്ത് എ സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. ഒന്നോ രണ്ടോ ഓർഗൻസ് എങ്കിലും, അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ് ആണ് പറഞ്ഞത്, അറ്റ്മോസ്റ്റ് എന്നല്ല പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ് എങ്കിലും അവിടെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെഗ്മെൻറ്റ്സ് ആകുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിനെയാണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എർത്ത് വോം ദ ബോഡി ഷോസ് ദിസ് പാറ്റേൺ കോൾഡ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. എർത്ത് വോമിൽ അവർ കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മക്കളെ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. എർത്ത് വോമിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെഗ്മെൻറ്റ്സ് ആക്കുന്ന സമയത്ത് അവിടെ റിപ്പീറ്റേഷൻ, സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് സം ഓർഗൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു അവരുടെ പ്രോപ്പർട്ടി, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. എന്താണ് മക്കളെ? മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആ ഒരു പ്രോപ്പർട്ടീനെ, ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. ക്ലിയർ ആണോ? നിങ്ങളിനി മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ നിങ്ങൾ കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൺഫ്യൂസ്ഡ് ആവരുത്. സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത് മെറ്റാമറിസം ആണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മക്കളെ എർത്ത് വോം എന്ന് പറയുന്നത്. സോ ഈ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത് ആരാന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എർത്ത് വോം നിങ്ങൾ ഓർത്ത് വെച്ചോ. എർത്ത് വോം ഏത് ഫൈലത്തില എന്നുള്ളതിൻ്റെ ബേസിസിലാട്ടോ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ലൈക്ക് നമ്മുടെ അടുത്ത് എക്സാമിന് വരിക ഫൈലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്ലിയർ ആണോ? അപ്പം ഫൈലത്തിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമുക്ക് ഈ എർത്ത് വോം എന്ന് പറയുന്നത് ഏത് ഫൈലത്തിലാണെന്നുള്ളത് ഓർത്ത് വെക്കേണ്ടി വരും. അത് നമ്മൾ ഫർദർ പഠിക്കും. ക്ലിയർ? സോ ഇതാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മക്കളെ നോട്ടോകോഡ്. എന്താണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്? സോ ഈ ഒരു പാരഗ്രാഫിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈൻ ഉണ്ട്. നോട്ടോകോഡിൻ്റെ ഡെഫിനിഷൻ. എന്താണ് നോട്ടോകോഡ് എന്നുള്ളത്?
So it is a mesodermally, ഓർത്ത് വെച്ചോ, it is a mesodermally derived rod-like structure. എന്താണ് മക്കളെ നോട്ടോകോഡ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ mesodermally derived rod-like structure formed on the dorsal side during the embryonic development in some animals, which is a very very important thing. Assertion reason ഈ ഡോർസൽ മാറ്റിയിട്ട് അവർ വെൻട്രലിനാക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചർ എന്ന് മാറ്റിയിട്ട് ഹോളോ ലൈക്ക് സ്ട്രക്ചർ എന്നാക്കിയിട്ട് മാറ്റും. മീസോഡെർമൽ മാറ്റിയിട്ട് എക്ടോഡെർമൽ എൻഡോഡെർമൽ എന്നൊക്കെ ആക്കി മാറ്റും. ആ സമയത്ത് നമ്മൾ വായിക്കുമ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് ഓക്കെ ദിസ് ഇസ് കറക്റ്റ്, assertion and reason are correct and both explains എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കൊടുക്കും. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ദാറ്റ് ഈസ് mesodermally derived, this is a mesodermally derived rod-like structure formed on the dorsal side. 3 കാര്യങ്ങളാണ്. mesodermally derived organ ആണ്, റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഏത് സൈഡിലാണ് ഫോം ചെയ്യുന്നത്? ഡോർസൽ സൈഡിലാണ് ഫോം ചെയ്യുന്നത്. എവിടെ മക്കളെ ഫോം ചെയ്യുന്നത്? ഡോർസൽ സൈഡ്. ഡ്യൂറിങ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, ഡ്യൂറിങ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ സം ആനിമൽസ്, ഡ്യൂറിങ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ സം ആനിമൽസ്. 3 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. നോട്ടോകോഡ് എന്ന് കേട്ടാൽ ആദ്യം നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ട കാര്യം mesodermally derived organ ആണ്, റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഡോർസൽ സൈഡിലാണ് കാണുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, ഇനി നോക്കുക. ആനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോഡേറ്റ്സ്. നോട്ടോകോഡ് പ്രസൻറ്റ് ആയിട്ടുള്ള ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് കോഡേറ്റ്സ്. ആൻഡ് ദോസ് ആനിമൽസ് വിച്ച് ഡു നോട്ട് ഫോം ദിസ് സ്ട്രക്ചർ ആർ കോൾഡ് നോൺ കോഡേറ്റ്സ്. ഈ നോൺ കോഡേറ്റ്സിന് എക്സാമ്പിളാണ് മക്കളെ പോറിഫെറ മുതൽ എക്കിനോഡേംസ് വരെയുള്ള ആൾക്കാർ. അതിൽ നമുക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫൈലത്തിൻ്റെ നെയിംസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫൈലത്തിൻ്റെ നെയിംസ് പഠിക്കുന്ന സമയത്ത് പോറിഫെറ, സിലിൻഡ്രേറ്റ, ടിനോഫോറ, അത് കഴിഞ്ഞിട്ട് പ്ലാറ്റി ഹെൽമിന്തസ്, ആഷ് ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊലുസ്ക, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്ന ഒരു ഫൈലുണ്ട്, ദാറ്റ് ഈസ് കോഡേറ്റ്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളവരാണ് കോഡേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ദേ ആർ നോൺ കോഡേറ്റ്സ്. ഈ പറയുന്ന ആളുകളൊക്കെ, ഈ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഇവിടം വരെയുള്ള ആൾക്കാർ എന്തായിരിക്കും? നോൺ കോഡേറ്റ്സ് ആയിരിക്കും. ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളവരാണ് കോഡേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പോറിഫെറ തൊട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ്? ദേ ആർ നോൺ കോഡേറ്റ്സ്. ക്ലിയർ ആണല്ലോ? പോറിഫെറ ടു എക്കിനോഡേംസ് വരെയുള്ള ആളുകൾ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് നോൺ കോഡേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ബേസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തറോ ആയിരിക്കണം. ഞാൻ ഏത് രീതിക്ക് ചോദിച്ചാലും എന്താണ് സിമ്മെട്രി, എന്താണ് സീലോം, സ്യൂഡോ സീലോം, എസീലോം എന്താണ്, അതുപോലെ തന്നെ റേഡിയൽ സിമ്മെട്രി എന്താണ്, ബൈലാറ്ററൽ സിമ്മെട്രി എന്താണ്, എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, സെൽസ് അഗ്രിഗേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഏത് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനിലാണ്, അതുപോലെ 2 ഡിഫറെൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിച്ചു. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ഇതിൽ ആരൊക്കെയാണ് ഓപ്പൺ ടൈപ്പ് കാണിക്കുന്നത്, ക്ലോസ്ഡ് ടൈപ്പ് ഏതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതുപോലെ ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതൊക്കെ നിങ്ങൾക്ക് പക്ക ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നതാണ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് അത് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയണം, ദിസ് ഇസ് ദ ബേസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് സാവധാനം നമ്മുടെ ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കിടക്കാം. അപ്പോൾ മിസ് ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? നമുക്ക് ചുമ്മാ ഇയാളിങ്ങോട്ട് പോട്ടെ, ഇയാളങ്ങോട്ട് പോട്ടെ, ഇയാൾ ആ ടീമിലേക്ക് പോട്ടെ. നമ്മളിപ്പം കോളേജസിലും സ്കൂൾസിലൊക്കെ നമ്മൾ ഗ്രൂപ്പ്സ് ആക്കിയിട്ട്, ഹൗസസ് ആക്കിയിട്ടൊക്കെ സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ നെയിമിനെ നോക്കിയിട്ടാണ്. നെയിം അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അതാണ് അവിടുത്തെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാലും അവിടെ ഇത്രക്കൊന്നും കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിന് നമുക്ക് ഇത്രയും മില്യൺസ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും നമുക്ക് ഇവരെങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഇയാൾ ആ ഗ്രൂപ്പിലേക്ക് പോട്ടെ, ഇയാൾ ആ ഗ്രൂപ്പിലേക്ക് പോട്ടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ അപ്ലൈ ചെയ്യണം. കുറച്ച് കുറച്ച് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, കുറച്ച് ലെവൽസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിൽ ഇതുവരെയും നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അത് മൊത്തം 6 കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഓർത്ത് വെക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയായിരുന്നു മക്കളെ 6 കാര്യങ്ങൾ? എൻ്റെ കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയിക്കേ. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. രണ്ടാമത് നമ്മൾ പഠിച്ചത് അവരുടെ സിമ്മെട്രി ആയിരുന്നു.
മൂന്നാമത് നമ്മൾ പഠിച്ചത് അവരുടെ ജെർമിനൽ ലെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് വെദർ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ എന്നുള്ളതാണ്. നാലാമത് നമ്മൾ എന്തായിരുന്നു മക്കളെ പഠിച്ചത്? അവരുടെ സീലോം. അഞ്ചാമത് നമ്മൾ പഠിച്ചു നോട്ടോകോഡ് അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ. ആറാമത് നമ്മൾ പഠിച്ചത് ബേസ്ഡ് ഓൺ ദെയർ നോട്ടോകോഡ്. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ അല്ലേ മക്കളെ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ഫൈലങ്ങളുടെ നെയിം നല്ല ഓർഡറിൽ, വൃത്തിക്ക് ഓർഡറിൽ തന്നെ പഠിക്കുക. പഠിച്ചിട്ടില്ലേ? എല്ലാവരും പഠിച്ചിട്ടില്ലേ വന്നത്? പെട്ടെന്നൊന്ന് പോസ് ചെയ്തിട്ട് എല്ലാവരും ഒരു പേപ്പർ എടുത്തിട്ട് ആ 10-11 പേര്, ലൈക്ക് 10 to 11 നെയിംസ് ഉണ്ട്, അത് കൃത്യമായിട്ടൊന്ന് എഴുതിക്കേ. ഫൈലം പോറിഫെറ തൊട്ടിട്ട് കോഡേറ്റ്സ് വരെ നല്ല ക്ലിയർ ആയിട്ട് ഓർഡറിൽ തന്നെ എഴുതുക. പോറിഫെറ, സിലൻഡ്രേറ്റ, ടിനോഫോറ, അതിങ്ങനെ ഓർഡറിൽ തന്നെ എഴുതുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാണ്ട് ഓർഡറിൽ തന്നെ പെട്ടെന്ന് എഴുതി നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് എ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമേലിയ ബേസ്ഡ് ഓൺ കോമൺ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ആസ് മെൻഷൻഡ് ഇൻ ദ പ്രിസീഡിംഗ് സെക്ഷൻസ് ഈസ് ഗിവൺ ഇൻ 4.4. അതായത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും നേരം നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ ബേസിസ് ഓർ ദ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിൽ ഇവർ ഒരു ഫ്ലോ ചാർട്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളുടെ ടെക്സ്റ്റിൽ ഒരു ഫ്ലോ ചാർട്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാബുലാർ കോളം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും, അതവിടെ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ടെക്സ്റ്റിൻ്റെ ബേസിസിലുള്ള കാര്യം നോക്കാം. നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമ്മെട്രി, ബോഡി ക്യാവിറ്റി ആൻഡ് ദ ഫൈലം. ഓക്കെ, ഇനി ഈ പറഞ്ഞ 3 ആളുകളെ വെച്ചിട്ട് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമ്മെട്രി, ബോഡി ക്യാവിറ്റി, ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഫൈലത്തിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രാം നമുക്ക് കാണിച്ചു തരുന്നത്. ദിസ് ഈസ് എ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കിങ്ഡം ആനിമേലിയ ബേസ്ഡ് ഓൺ കോമൺ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ്. ക്ലിയർ മക്കളെ? ആനിമൽസ് എല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ് നമ്മൾ പറഞ്ഞില്ലേ? ഓൾ ഓഫ് ദം ആർ മൾട്ടി സെല്ലുലാർ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അതാണ് ഇവിടെ ഫസ്റ്റ് ഇവർ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ആനിമേലിയ, ദേ ആർ മൾട്ടി സെല്ലുലാർ. കിങ്ഡം ആനിമേലിയ, ദേ ആർ മൾട്ടി സെല്ലുലാർ, അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത നമ്മൾ പഠിച്ചിട്ടുള്ളത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചപ്പം നമ്മൾ ആദ്യം പഠിച്ചത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. അതാണ് ബേസിക് വൺ, റൈറ്റ്? അതിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇൻ ദ ഫോം ഓഫ് സെല്ലുലാർ അഗ്രിഗേറ്റ്സ് ആയിട്ടുള്ള മക്കളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ആരാ കാണിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആരാണ്? സ്പോഞ്ചസ്. ഓക്കെ അല്ലേ? സോ നമുക്ക് പറയാനുള്ളത് ഇവിടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇങ്ങനെ 4 എണ്ണമാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ആരാണ് മക്കളെ? ദാറ്റ് ഈസ് പോറിഫെറ. ഫസ്റ്റ് ലെറ്റ് മീ ക്ലിയർ ദിസ് വൺ, എന്നാൽ നിങ്ങൾക്കൊന്നും കൂടെ വൃത്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സ്പോഞ്ചസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ഫൈലം പോറിഫെറയുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, ഈ സ്പോഞ്ചിയ, ബാറ്റ് സ്പോഞ്ച് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും എക്സാമ്പിൾസ് ആയിട്ട്. സോ സെല്ലുലാർ ലെവൽ കാണിക്കുന്ന ഫൈലം ഏതാണ്? ദാറ്റ് ഈസ് ഫൈലം പോറിഫെറ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ അതിൽ. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തായിരുന്നു? ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ അല്ലെങ്കിൽ ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഇതൊക്കെ കാണിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ്. ശരിയല്ലേ? അതിൽ തന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്ര കോർത്ത് വയ്ക്കുക, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മുതൽ ഓർഗൻ സിസ്റ്റം ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരെയാണ് നമ്മളുടെ സീലൻഡറേറ്റ തൊട്ടിട്ട് കോഡാറ്റ വരെ കാണിക്കുന്നത്. നോക്കു മക്കളെ, ഈ ഒരു ആരോ പോകുന്നത് ബാക്കിയുള്ളവർക്കല്ലേ? ശരിയല്ലേ? സീലൻഡറേറ്റ തൊട്ടിട്ട് കോഡാറ്റ വരെ കാണിക്കുന്നു. ക്ലിയർ ആണല്ലോ? അത് ഇൻഡിവിജ്വലി ആരൊക്കെയാണെന്ന് നമ്മൾ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റിയോട് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞു. സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ ലെവൽ. ദെൻ ദ വെരി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സിമ്മെട്രി. സിമ്മെട്രിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എസിമെട്രി പഠിച്ചിട്ടുണ്ട്. എസിമെട്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചു അവിടെ തന്നെ, നമുക്കതിൽ കൺഫ്യൂഷനൊന്നുമില്ല. എസിമെട്രി കാണിക്കുന്നത് സ്പോഞ്ചസ് ആണ്. സോ എസിമെട്രി മോസ്റ്റ്ലി അസിമെട്രിക്കൽ, ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞോ?
ഇല്ല. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അസേഷൻ റീസണിൽ നിങ്ങളെ കുഴപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണ്, അല്ലാതെ ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണോ? ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടില്ല, മോസ്റ്റ്ലി അസിമെട്രിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ മോസ്റ്റ്ലി അസിമെട്രിക് ആയിട്ടുള്ള ആൾക്കാർ ആരാണ് മക്കളെ? ദാറ്റ് ഈസ് സ്പോഞ്ചസ്. നമ്മൾ പറഞ്ഞതാണ് സ്പോഞ്ചസ്. ക്ലിയർ? സോ ദേ ആർ ഫൈലം പോരിഫെറ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? റേഡിയൽ സിമെട്രി ഉണ്ട്, ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ നമുക്കതിനെ ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആക്കാൻ പറ്റണം. ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആക്കാൻ പറ്റണം. സെൻട്രൽ ആക്സിസിലൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഈക്വൽ റൈറ്റ് ആൻഡ് ഈക്വൽ ലെഫ്റ്റ് ഹാഫ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതാണല്ലോ ബൈലാറ്ററൽ സിമെട്രി. ക്ലിയർ? ഇങ്ങനെ ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവർ ആരൊക്കെയാണ് മക്കളെ? ദാറ്റ് ഈസ് പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ് ആൻഡ് അനലിഡ, ആർത്രോപോഡ, മുളുസ്ക, എക്കിനോഡർമാറ്റ, ഹെമിക്കോഡാറ്റ, കോഡാറ്റ. ദീസ് ഓൾ ഷോസ് ബൈലാറ്ററൽ സിമെട്രി. ഇവരൊക്കെ എന്ത് കാണിക്കും? ബൈലാറ്ററൽ സിമെട്രിക്കൽ കാണിക്കും. ഇനി റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സെൻട്രൽ ആക്സിസിലെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും, സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിൻ പാസ് ചെയ്യുന്നതിലൂടെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? എന്താ മക്കളെ കിട്ടുക? ഏതൊരു പോർഷനിലൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഏത് പ്ലെയിൻ എടുത്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈക്വൽ ഹാഫ്സ് കിട്ടും. ക്ലിയർ ആണോ? അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയൽ സിമെട്രി കാണിക്കുന്നവർ എന്ന് പറയാം. സോ റേഡിയൽ സിമെട്രി കാണിക്കുന്നവർ ആരാണ്? ദാറ്റ് ഈസ് സീലൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. ക്ലിയർ അല്ലേ? ഈ ഒരു ലൈന് പോകുന്നത് കണ്ടില്ലേ? സീലൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പറ്റിയില്ലേ? ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി കാണിക്കുന്ന രണ്ടാൾക്കാർ ആരൊക്കെയാണ്? സീലൻഡ്രേറ്റ, ടീനോഫോറ. ബാക്കിയുള്ളവരെല്ലാവരും, താഴോട്ടുള്ള ബാക്കിയെല്ലാവരും ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്. അസിമെട്രി കാണിക്കുന്നത്, മോസ്റ്റ്ലി അസിമെട്രിക്കൽ കാണിക്കുന്നത് ആരാണ്? പോരിഫെറയാണ്. റേഡിയൽ സിമെട്രി കാണിക്കുന്നത് സീലൻഡ്രേറ്റയും ടീനോഫോറയുമാണ്. ആൻഡ് സീലൻഡ്രേറ്റിൻ്റെ മറ്റൊരു നെയിമാണ് മക്കളെ നിഡേറിയ എന്ന് പറയും, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, രണ്ട് രീതിക്കും ക്വസ്റ്റ്യൻസ് വരാം. സീലൻഡ്രേറ്റ എന്ന് വെച്ച് ചോദിക്കാം, നിഡേറിയ എന്ന് വെച്ചിട്ടും ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ആൻഡ് അടുത്തത് പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡാറ്റ വരെ ദി ഷോസ് ബൈലാറ്ററൽ സിമെട്രി. ഇതോടുകൂടെ നമ്മൾ സിമെട്രിക്കൽ ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. സിമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും തീർന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത് പഠിച്ചിട്ടുള്ള കാര്യം എന്തായിരുന്നു? ദാറ്റ് ഈസ് ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി ഓഫ് സീലോം. അതായത് വെദർ ദേ ആർ മീസോഡം ലൈൻഡ് ആണോ നോക്കും. മീസോഡം ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ സീലോമേറ്റ്സ് ആണ്. ഇനി ക്യാവിറ്റി ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സീലോമേറ്റ്സ് ആണ്. സ്കാറ്റേഡ് പൗച്ചസിൻ്റെ ബേസിസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ സ്യൂഡോ സീലോമേറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സോ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോക്കുക, സെല്ലുലാർ ലെവൽ കാണിക്കുന്ന നമ്മളുടെ പോരിഫെറ എന്ന് പറയുന്ന ഫൈലം, അവർ മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണ്. ആൻഡ് ദേ ആർ എസീലോമേറ്റ്സ്. അവർക്ക് സീലോം പ്രസൻ്റ് ആണോ? ഇല്ല, ദേ ആർ എസീലോമേറ്റ്സ്. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്ത് നോക്കുക, റേഡിയൽ സിമെട്രി കാണിക്കുന്ന അസീലോമേറ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് നമ്മളുടെ സീലൻഡ്രേറ്റ അല്ലെങ്കിൽ ടീനോഫോറ എന്ന് പറയുന്നത്. സീലൻഡ്രേറ്റ അല്ലെങ്കിൽ ടീനോഫോറ എന്ന് പറയുന്നത്. ഇനി അസീലോമേറ്റ് തന്നെയാണ് പ്ലാറ്റിഹെൽമിന്തസ്. സ്യൂഡോ സീലോമേറ്റ് ആണ് ആഷെൽമിന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ളവരൊക്കെ എന്താണ്? സീലോമേറ്റ്സ് ആണ്. ഓക്കെ, ഇതിന് കണക്ട് ചെയ്യേണ്ട ഒരു രൂപം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ട്രിപ്ലോയും ഡിപ്ലോയും വെച്ചിട്ട്. ശരിക്കും ഈ സീലോമേറ്റ് എന്ന് വെച്ചാൽ മീസോഡം ലൈനിങ് ഉള്ളവരെന്നാണല്ലോ. മീസോഡം പ്രസൻ്റ് ആണെങ്കിൽ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. സോ ഈ പറയുന്ന സീലോമേറ്റ്സ് എന്നായിരിക്കും? ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും. മറ്റുള്ളവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് ഈ ഒരു ഫിഗറിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് മക്കളെ ഈ ഒരു ഫിഗറിൽ പറയുന്നത്. സി, വിത്തൗട്ട് ബോഡി ക്യാവിറ്റി ദേ ആർ നോൺ ആസ് അസീലോമേറ്റ്സ്. വിത്ത് ഫാൾസ് സീലോം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്യൂഡോ സീലോമേറ്റ്. സ്യൂഡോ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ഫാൾസ് എന്നാണ്. സ്യൂഡോ എന്നുള്ളതിൻ്റെ മീനിങ് ഫാൾസ് എന്നാണ്. സോ ഫാൾസ് ക്യാവിറ്റി അല്ലെങ്കിൽ ഫാൾസ് സീലോം ഉള്ളവരാണ് മക്കളെ സ്യൂഡോ സീലോമേറ്റ്. അടുത്തത് ട്രൂ സീലോം, ദാറ്റ് ഈസ് സീലോമേറ്റ്സ്. ട്രൂ സീലോം ഉള്ളവരെ നമ്മൾ സീലോമേറ്റ്സ് എന്നും, ഫാൾസ് സീലോം ഉള്ളവരെ നമ്മൾ സ്യൂഡോ സീലോമേറ്റ്സ് എന്നും, സീലോം ആബ്സെൻ്റ് ആയിട്ടുള്ളവരെ നമ്മൾ എസീലോമേറ്റ്സ് എന്നുമാണ് പറയാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതാണ് ഈ ഒരു ഫിഗറിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ലെങ്തിയസ്റ്റ് പാർട്ട് ഓഫ് അവർ ചാപ്റ്റർ. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഇൻഡിവിജ്വൽ ഫൈല. ഓരോരോ ഫൈലത്തിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പഠിക്കാൻ പോവുകയാണ്. വീണ്ടും വീണ്ടും പറയാണ്, ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ലേൺ ദാറ്റ് names of phylum in that order.
ആ ഒരു ഓർഡറിൽ തന്നെ പറയണം. പെട്ടെന്ന് ഒന്നെൻ്റെ കൂടെ പറഞ്ഞേ എന്തൊക്കെയായിരുന്നു മക്കളെ? ഫസ്റ്റത്തെ ഫൈലം എന്താണ്? ദാറ്റ് ഇസ് ഫൈലം പോറിഫെറ. Coelenterata, and Coelenterata is also known as Cnidaria. This is very important. Coelenterata is also known as Cnidaria. Porifera, Coelenterata or Cnidaria, Ctenophora, അത് കഴിഞ്ഞിട്ട് Platyhelminthes, Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata and Chordata. ഇത്രയും കാര്യങ്ങളാണ്. It is very easy to learn. ഓക്കെ, അത്യാവശ്യം നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ക്ലിയർ അല്ലേ മക്കളെ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫൈലം പോറിഫെറ. നമ്മുടെ നമ്മളുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫൈലം പോറിഫെറ. ഏതാണ്? ഫൈലം പോറിഫെറ. പോറിഫെറ എന്ന് പറയുന്ന ഫൈലത്തിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കിപ്പോൾ ആയി. അസിമെട്രിക്കൽ ആണെന്ന് മനസ്സിലായല്ലോ, മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണെന്ന് മനസ്സിലായല്ലോ, സ്പോഞ്ചസ് ഇവരുടെ ആൾക്കാരാണെന്ന് മനസ്സിലായല്ലോ, അതുപോലെ തന്നെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം എന്താണ്? ദാറ്റ് ഇസ് ദേ ആർ അസിലോമേറ്റ്സ്. അസിലോമേറ്റ്സ് എന്നുള്ളതും പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ വേറിട്ട് നിൽക്കുന്ന ഒരു ഫൈലമാണ്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചൊരു കുറവായിട്ടില്ല കമ്പയറിങ് ടു അതേഴ്സ്. ഓക്കെ, അവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഇയാൾ കുറച്ചൊന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരാളാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് പോറിഫെറ ഒന്നും കൂടെ പഠിക്കാൻ ഈസിയാണ്. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം കൂടുതൽ സംഭവങ്ങളൊന്നും ഇയാൾക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ ആണല്ലോ മക്കളെ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫൈലം പോറിഫെറ. മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ആരാന്ന് നോക്കിയപ്പോൾ സ്പോഞ്ചസ് എന്നാണ് പറഞ്ഞിരുന്നത്, പോറിഫെറ എന്നല്ല പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അതുപോലെ തന്നെ അനലിഡ, ആർത്രോപോഡ, ഇങ്ങനെ ഫൈലത്തിൻ്റെ നെയിം എന്നാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇയാളെ സംബന്ധിച്ച് സ്പോഞ്ചസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് കോമൺലി കോൾഡ്, കോമൺലി ഈ ഒരു ഫൈലത്തിന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് സ്പോഞ്ചസ് എന്നാണ്. സോ ഫൈലം പോറിഫെറ ഇസ് കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ആൻഡ് ദേ ആർ ജനറലി മെറൈൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനറലി മെറൈൻ എന്ന് പറയും, എക്സ്ക്ലൂസീവ്ലി മെറൈൻ എന്ന് പറയും, സം ഓഫ് ദം എന്ന് പറയും, മോസ്റ്റ് ഓഫ് ദം എന്ന് പറയും, ഓൾ ഓഫ് ദം എന്ന് പറയും. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പം എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഒരു ലിസ്റ്റ് ഞാൻ തരും, അങ്ങനെ പഠിക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ലിസ്റ്റ് തരും. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പഠിക്കാൻ എങ്ങനെ പറഞ്ഞുതരും. അതിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അതങ്ങനെ പഠിക്കുക. അതോടുകൂടി അതെന്ത് ചെയ്യും? ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ? സോ ഹിയർ ലുക്ക് അറ്റ് ദിസ്. ദേ ആർ ജനറലി മെറൈൻ. ഇവരെന്താണ് മക്കളെ? ദേ ആർ ജനറലി മെറൈൻ ആൻഡ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ. ഇവർ ജനറലി മെറൈൻ ആണ്, മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആനിമൽസ് ആണ്. ഞാൻ പറഞ്ഞു ഈ ഒരു വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്ക് അസേർഷൻ റീസണിൽ ഈ പറയുന്ന മോസ്റ്റ്ലിക്ക് പകരം ഓൾ ഓഫ് ദം എന്ന് തന്നാൽ ദാറ്റ് ഈസ് റോങ്, ദാറ്റ് ഈസ് ഫോൾസ്. ബട്ട് വി വിൽ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്. ആ ഒരു സമയത്ത് വായിക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഈസ് ഫോൾസ്. മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണ്, നോട്ട് ഓൾ ഓഫ് ദം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം അല്ലെങ്കിൽ മോസ്റ്റ്ലി ഈ പറയുന്ന സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫെറ എന്ന് പറയുന്നത് ദേ ആർ അസിമെട്രിക്കൽ, ജനറലി മെറൈൻ. ഓക്കെ ആണല്ലോ? ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടില്ല, സം ഓഫ് ദം എന്ന് പറഞ്ഞിട്ടില്ല. ദേ ആർ ജനറലി മെറൈൻ, മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആനിമൽസ്. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആൻഡ് ഹാവ്, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ദേ ഫീൽസ് ലൈക്ക് ദ ആൻസിസ്റ്റേഴ്സ്, റൈറ്റ്? അതല്ലെങ്കിൽ ബിഗിനിങ്, തുടക്കക്കാരാണ് ഇവർ. ഓക്കെ, ഇവരാണ് തുടക്കക്കാർ. മൾട്ടി സെല്ലുലാരിറ്റിയുടെ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്ന അറിയപ്പെടുന്നത് ആരാണ്? സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫെറയാണ്. ഇങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക, സ്പോഞ്ചസ് എന്ന് പറയാം, പോറിഫെറ എന്ന് പറയാം. മിസ്സേ പോറിഫെറ എന്ന് പറഞ്ഞിട്ടില്ല, സ്പോഞ്ചസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് തെറ്റല്ലേ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ ഓർത്ത് പഠിക്കുക. ഇപ്പം നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എക്സ്റ്റേണൽ എക്ടോഡ് എന്ന് ഓർത്ത് വെക്കണം, അങ്ങനെ തന്നെ വായിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ നമ്മളെങ്ങനെ വായിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ സ്റ്റോർഡ് ആവുക. നമുക്കത് റീകളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വായിച്ച് പഠിക്കാം. ലൈക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ലെവൽ ഓഫ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാരിറ്റി ഒക്കെ കാണിക്കുന്നത് സ്പോഞ്ചസ് അല്ലെങ്കിൽ സ്പോഞ്ചസ് ഓർ പോറിഫെറ അങ്ങനെ തന്നെ പഠിക്കുക. സ്പോഞ്ചസ് ഓർ പോറിഫെറ എന്ന് പഠിക്കുക. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നമ്മളിപ്പോൾ എത്ര പോയിൻറ്റ്സ് പഠിച്ചു? മക്കളൊന്ന് പറഞ്ഞേ. ദേ ആർ ജനറലി മെറൈൻ, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആൻഡ് പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇവരുടെ ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ഷോസ് എ കനാൽ സിസ്റ്റം. ഓക്കെ, ദേ ഷോസ് എ വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണിക്കുന്ന ആൾക്കാരാണ് ഇവർ. വാട്ടർ കനാൽ ഓർ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയാം. സ്പോഞ്ചസ് ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. സ്പോഞ്ചസ് ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. ക്ലിയർ ആണോ മക്കളെ? Sponges have a water transport or water canal system. Sponges have a water transport or water canal system. എന്താണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം? ഞാൻ വീണ്ടും പറയാണ്, ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമുക്ക് എക്കിനോഡേംസിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. എക്കിനോഡേംസിനെ പറ്റി സംസാരിക്കുമ്പം ഇവിടെ മക്കളെ സി ഓക്കെ, ഇവിടെ കണ്ടോ, എക്കിനോഡേംസിനെ പറ്റിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല. സ്പോഞ്ചസിൽ നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ പഠിക്കും. ഓക്കെ, എന്നാൽ എക്കിനോഡേംസിലെത്തുമ്പം വീണ്ടും ഒരു വാട്ടർ സിസ്റ്റം പഠിക്കാനുണ്ട്. അവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. എക്കിനോഡേംസിൽ എന്താണ്? വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. എന്നാൽ സ്പോഞ്ചസിൽ വാട്ടർ കനാൽ സിസ്റ്റമാണ്. ഓർത്ത് വയ്ക്കുക, ഇത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അത് പറഞ്ഞു തന്നത്. കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട. ഓക്കെ, എന്താണ് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പോറിഫെറയിൽ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്തായിരുന്നു? വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണിക്കുന്നവരാണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവർക്കൊരു പാത്ത് വേ ഉണ്ടാവുമല്ലോ. ഇവർക്ക് എന്തായാലും ഇങ്ങനെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണിക്കുമെങ്കിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ? ഒരു സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോവല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു പാത്ത് വേ ഉണ്ടാവും. ആ പാത്ത് വേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന സ്പോഞ്ചസിൻ്റെ കേസിൽ. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണിക്കുന്ന പാത്ത് വേ അത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം മക്കളെ. എൻ്റെ കൂടെ നോട്ട് ചെയ്തതോ? ദാറ്റ് ഈസ് വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മൈന്യൂട്ട് പോർസ്. ഇതിൽ വെള്ളം ഇവരിലോട്ട് കയറുന്നത് അവരുടെ മൈന്യൂട്ട് പോർസിലൂടെയാണ്. ആ മൈന്യൂട്ട് പോർസിൻ്റെ പേരാണ് മക്കളെ ഓസ്റ്റിയ എന്ന് പറയും. ഓക്കെ, അവരുടെ ബോഡി വോളിൽ കുറച്ച് മൈന്യൂട്ട് പോർസ് ഉണ്ട്. ഈ പറയുന്ന സ്പോഞ്ചസിൻ്റെ ബോഡി വോളിൽ മൈന്യൂട്ട് പോർസ് ഉണ്ടാകും. ആ മൈന്യൂട്ട് പോർസിൻ്റെ നെയിമാണ് ഓസ്റ്റിയ. മാറിപ്പോവും, കാരണം നമുക്കിവിടെ ഓസ്റ്റിയ പഠിക്കാനുണ്ട്, ഓസ്കുലം പഠിക്കാനുണ്ട്. ഓസ്കുലം, ഓസ്റ്റിയ, സ്പോഞ്ചസിൽ മാറത്തില്ല. കാരണം അത് ഞാൻ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പോഞ്ചോസീൽ എന്നല്ലേ. സീലോം എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്നാണല്ലോ സീലോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറലി. സോ സ്പോഞ്ചസിൽ നമുക്ക് മാറത്തില്ല. അറ്റ് ദ സെയിം ടൈം ഓസ്റ്റിയയും ഓസ്കുലവും മാറും. ഓർത്ത് വയ്ക്കുക, മൈന്യൂട്ട് പോർസ്, ബോഡി വോളിൽ കാണുന്ന മൈന്യൂട്ട് പോർസിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. എന്താണ്? ഓസ്റ്റിയ. അപ്പോൾ ഓസ്റ്റിയ എന്ന് പറയുന്നത് ദേ ആർ ദ മൈന്യൂട്ട് പോർസ്. ക്ലിയർ ആണോ? മൈന്യൂട്ട് പോർസിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ദാറ്റ് ഈസ് ഓസ്റ്റിയ. ഈ ഓസ്റ്റിയയിലൂടെയാണ് ഇവരെവിടെ കാണുന്നത്? ഓസ്റ്റിയ ബോഡി വോളിൽ. ഈ ഓസ്റ്റിയയിലൂടെയാണ് ഈ വാട്ടർ എൻറ്റർ ചെയ്യുന്നത്. വാട്ടർ എൻറ്റർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഓസ്റ്റിയയിലൂടെയാണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈന്യൂട്ട് പോർസ് ഏതാന്നുള്ളതൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് ഇവർ എൻട്രൻസ് ഓസ്കുലത്തിലോട്ടാണോ ഓസ്റ്റിയയിലോട്ടാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അത് ഞാനിപ്പോൾ പറഞ്ഞ രീതിക്ക് നാവിലെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ചിലപ്പോൾ ആരോ മാർക്കിട്ട് വന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് പാത്ത് വേ നിങ്ങളെടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ചിലപ്പം മാച്ച് ദ ഫോളോയിങ് തരാം. മൈന്യൂട്ട് പോർസ് ഏതാണ്, അല്ലെങ്കിൽ എൻട്രൻസ് പാത്ത് ഏതാണ്, എൻട്രൻസ് പോർ ഏതാണെന്നൊക്കെ ചോദിക്കാം. ഓർത്ത് വയ്ക്കുക, എൻട്രി ചെയ്യുന്നത് ഓസ്റ്റിയയിലൂടെയാണ്. ഓസ്റ്റിയ എന്ന് പറയുന്നത് മൈന്യൂട്ട് പോർസ് ആണ്. ക്ലിയർ അല്ലേ? ഇൻ ദ ബോഡി വാൾ ഇൻ ടു എ സെൻട്രൽ ക്യാവിറ്റി. ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് മാറില്ല, കാരണം സ്പോഞ്ചോസീൽ എന്നാണ്. സീൽ എന്ന വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഇനി എന്ത് ഓർമ്മ വേണം? ക്യാവിറ്റി ഓർമ്മ വേണം. കാരണം നമ്മൾ സീലോമേറ്റിനെ പറഞ്ഞു, അതുപോലെ അസീലമിനെ പറ്റി പറഞ്ഞു, സ്യൂഡോസീലമിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇതൊക്കെ ക്യാവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ സീൽ എന്ന് കേട്ടാൽ ദാറ്റ് ഈസ് ക്യാവിറ്റി. സോ ഈ ക്യാവിറ്റിയിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എവിടെ നിന്നോ കയറി വരണ്ടേ? ആ കയറി വരുന്നതാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത്. ആ ഓസ്റ്റിയ എന്ന് പറയുന്നത് മൈന്യൂട്ട് പോർസ് ആണ്. സോ ഓസ്റ്റിയ, ബോഡി വോളിൽ ഓസ്റ്റിയ ഉണ്ട്. ഈ ഓസ്റ്റിയയിലൂടെ നേരെ ക്യാവിറ്റിയിലോട്ട് കിടക്കും. ആ ക്യാവിറ്റീനെ വിളിക്കുന്ന പേരാണ് മക്കളെ സ്പോഞ്ചോസീൽ. ആ ക്യാവിറ്റീനെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ. ഇനി ഈ സ്പോഞ്ചോസീൽ നിന്ന് ഇനി പുറത്തോട്ട് പോകണ്ടേ? ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സോ ഇറ്റ് ഹാസ് എ എൻട്രൻസ് പാത്ത് വേ ആൻഡ് ഓൾസോ ആൻ ഔട്ട് ഗോയിങ് പാത്ത് വേ. ഒരു ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാത്ത് വേ ഇവർക്ക് ഉണ്ടാകും. ആ ഇൻകമിങ് പാത്ത് വേ ആണ് ഓസ്റ്റിയ, ഔട്ട് ഗോയിങ് പാത്ത് വേ ആണ് മക്കളെ ഓസ്കുലം.
ക്ലിയർ ആണോ? പറഞ്ഞോ എന്തായിരുന്നു ഇവരുടെ ഒരു പാത്വേ എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് ഓസ്റ്റിയയിലൂടെ കയറുന്നു. ഓസ്റ്റിയ എന്ന് പറയുന്നത് മൈന്യൂട്ട് പോർസ് ആണ്. ഓസ്റ്റിയയിലൂടെ കയറും, നേരെ സ്പോഞ്ചോസീലിലോട്ടാണ് എത്തുന്നത്. സ്പോഞ്ചോസീൽ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ദ ക്യാവിറ്റി, റൈറ്റ്? സ്പോഞ്ചോസീൽ എന്ന് പറയുമ്പം ക്യാവിറ്റി. ഇനി ഈ സ്പോഞ്ചോസീലിലൂടെ ഇവർ നേരെ എങ്ങോട്ട് പോകും? ഓസ്കുലത്തിലോട്ട് പോകും. അവിടെയാണ് ഔട്ട് ഗോയിങ്. ഓക്കെ, ഓസ്കുലത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രൻസ് ഏരിയ ഏതാണ്? ദാറ്റ് ഈസ് ഓസ്റ്റിയ. ഓക്കെ, എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത് ഓസ്റ്റിയയാണ്. അതുപോലെ തന്നെ എക്സിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഓസ്കുലമാണ്. ഇവർക്കിടയിലുള്ള ക്യാവിറ്റി എന്ന് പറയുന്നത് സ്പോഞ്ചോസീലാണ്. ഇത്രയും കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ മക്കളെ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ കനാൽ ഓർ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് സ്പോഞ്ചസ് കാണിക്കുന്നത്. വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണിക്കുന്നത് എക്വിനോഡേംസ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഞാൻ അതിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് പറഞ്ഞു തന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ water enters through the minute pores, that is ostia, in the body wall into a central cavity called spongocoel, from where it goes out through the osculum. Clear aanallo? And this pathway of water transport is helpful in food gathering, respiratory exchange and removal of waste. ഈ ഒരു പാത്വേ, ഓസ്റ്റിയ സ്പോഞ്ചോസീൽ ഓസ്കുലം പാത്വേ, ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് പാത്വേക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് 3 ഇമ്പോർട്ടൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ഫുഡ് ഗ്യാദറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അവരുടെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഇസ് ഫുഡ് ഗ്യാദറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് ഓൾസോ ദ റിമൂവൽ ഓഫ് വേസ്റ്റ്. മൂന്നാമത്തേത് എന്തായിരുന്നു മക്കളെ? റിമൂവൽ ഓഫ് വേസ്റ്റ്. അപ്പം 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ പറയുന്ന വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ ദ വാട്ടർ കനാൽ സിസ്റ്റം കാരണം, ആ ഒരു പാത്വേ കാരണം ഇവർക്കുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇവർ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ഫുഡ് ഗ്യാദറിങ് അതുവഴിയാണ് നടക്കുന്നത്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് അതുവഴിയാണ് നടക്കുന്നത്, വേസ്റ്റ് റിമൂവലും അതുവഴിയാണ് നടക്കുന്നത്. ഫുഡ് ഗ്യാദറിങ്, respiratory exchange and waste removal. Food gathering, respiratory exchange and waste removal. Clear ആണോ? Food gathering, respiratory exchange and waste removal. Food gathering, respiratory exchange and waste removal. Clear ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സോ ഇതാണ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഫൈലം പോറിഫെറ എന്ന് പറയുന്നത്. സംഭവം ഇത് പഠിക്കാൻ ഭയങ്കര ഈസി ആണെങ്കിലും കൺഫ്യൂഷൻ വരുത്താൻ ചാൻസ് ഉള്ളൊരു പാർട്ടാണ്. ഞാൻ പറഞ്ഞു, തുടക്കം തൊട്ടേ ഞാൻ പറയുന്നതാണ്, ഈ ചാപ്റ്റർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം, തെറ്റിപ്പോവില്ല. പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? പഠിക്കേണ്ട രീതിക്ക് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഓരോന്നിനെ അറേഞ്ച് ചെയ്തിട്ട് ആ കറക്റ്റ് ഓർഡറിൽ ഓരോന്നും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി 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 ഈസി ഫോർ യു. മൊത്തം നേരത്തെ ഞാൻ ആ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നില്ലേ, ഇപ്പം സിമെട്രി കാണിക്കുമ്പോൾ ഇതുവർ കാണിക്കുന്നു, സിമെട്രി കാണിക്കുമ്പോൾ ഇതുവർ കാണിക്കുന്നു, സീലോമേറ്റ്സ് ഇവരാണ്, സീലോമേറ്റ്സ് ഇവരാണ്, സ്യൂഡോ സീലോമേറ്റ്സ് ഇവരാണ്. അത് അങ്ങനെ പഠിച്ചു പോയാൽ പിന്നെ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. എക്സാം പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അത് നമ്മളുടെയും 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ബയോളജി. ബയോളജിയിൽ നമുക്ക് കുറച്ച് ടൈം കുറഞ്ഞ്, അതായത് കുറച്ചും കൂടെ ടൈം കുറച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യുമ്പോഴേ ഫിസിക്സ് കെമിസ്ട്രിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിത്തിൻ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓർഡറിൽ പഠിക്കണം. ഓക്കെ, ആ ഓർഡർ ഞാൻ ഉണ്ടാക്കി തരും, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യാം. സ്പോഞ്ചസിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, വാട്ടർ കനാൽ സിസ്റ്റം, അതുപോലെ തന്നെ ആ ഒരു പാത്ത് വേ, ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം, ഇവരുടെ ഫങ്ഷനിങ് എന്തൊക്കെയാണ്? ഫുഡ് ഗ്യാദറിങ്, റിമൂവൽ ഓഫ് വേസ്റ്റ് ആൻഡ് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ദ വെരി നെക്സ്റ്റ് തിങ്, നമ്മൾ കേൾക്കാത്ത കുറേ വേർഡ്സ് ആണ് ഇവിടെ, പുതിയ പുതിയ വേർഡ്സ് ആണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, ദെൻ ദ വെരി നെക്സ്റ്റ് തിങ് വി ഹാവ് ടു സേ അബൌട്ട് ദ കൊയാനോസൈറ്റ്സ്. ഓക്കെ, ദിസ് ആർ ദ സെൽസ് പ്രസൻറ്റ് ഇൻ സ്പോഞ്ചസ്. ഈ സ്പോഞ്ചസിൽ പ്രസൻറ്റ് ആയിട്ടുള്ള സെൽസ് ആണ് മക്കളെ കൊയാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ അവരെ കോളാർ സെൽസ് എന്നും കൂടെ പറയുന്നുണ്ട്. എന്താണ് പറയുക? കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ്. കൊയാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്, ദേ ലൈൻ ദ സ്പോഞ്ചോസീൽ. എന്താണ് സ്പോഞ്ചോസീൽ? ദാറ്റ് ഇസ് എ ക്യാവിറ്റി, റൈറ്റ്? ഓസ്റ്റിയയ്ക്കും ഓസ്കുലത്തിനും ഇടയ്ക്കുള്ള ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ. ഈ സ്പോഞ്ചോസീൽസിനെ ലൈൻ ചെയ്തിട്ട് കുറച്ച് സെൽസ് ഉണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ, ദാറ്റ് ഇസ് കോളാർ സെൽസ്. എന്താണ്? കോളാർ സെൽസ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊയാനോസൈറ്റ്സ്. കൊയാനോസൈറ്റ്സ്, കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് എന്ന് പറയും. കോളാർ സെൽസ് അതല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. സോ ഇവരെവിടെ കാണുന്നത്?
They line the spongiosil. Spongiosil എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്യാവിറ്റി ഇൻ ബിറ്റ്വീൻ ദ ഓസ്റ്റിയ ആൻഡ് ഓസ്കുലം. ആ ഒരു പാത്വേയിലെ ക്യാവിറ്റിയാണ് സ്പോഞ്ചോസിൽ. ആ സ്പോഞ്ചോസിലിനെ ലൈൻ ചെയ്യുന്ന സെൽസാണ് കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ലൈൻ ദ സ്പോഞ്ചോസിൽസ് ആൻഡ് ദ കനാൽസ്. കനാൽസിനെയും ലൈൻ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ആ കനാൽസ്? എന്താ ഇവിടെ കനാൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഈ കനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓസ്റ്റിയയും സ്പോഞ്ചോസിലും ഓസ്കുലും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ലൈൻ ചെയ്ത് നിൽക്കുന്ന സെൽസാണ് ആക്ച്വലി കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് എന്ന് പറയും. മെയിൻലി എടുത്ത് പറയുന്നത് സ്പോഞ്ചോസിൽ ആ ക്യാവിറ്റീനെ ലൈൻ ചെയ്യുന്നു എന്നായിരിക്കും. ഓക്കെ, ആരെയും ലൈൻ ചെയ്യുന്നുണ്ട്, കനാലിനെയും ലൈൻ ചെയ്യുന്നുണ്ട്. കനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷൻ ലൈക്ക് പറഞ്ഞ നമ്മളുടെ ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം ഈ ഒരു കോമ്പിനേഷനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വരാൻ കാരണം അതന്നാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഡൈജഷനെ പറ്റിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈജസ്റ്റീവ് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാറ്റിഹെൽമിന്തസ്. അവർക്ക് ബോത്ത് മൗത്ത് ആൻഡ് എയ്നസ് സിംഗിൾ വൺ ആണ്. ഒരൊറ്റ ഓപ്പണിങ് മാത്രമേ ഉള്ളൂ മൗത്തും എയ്നസും ആയിട്ട്. നമ്മളെപ്പോലെയല്ല. ഓക്കെ, അവരെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് എന്ന് പറയുക. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് മൗത്തായിട്ടൊരു സിംഗിൾ ഓപ്പണിങ്ങും വേണ്ടി വരും, അതുപോലെ തന്നെ എയ്നസ് ആയിട്ട് മറ്റൊരു സിംഗിൾ ഓപ്പണിങ്ങും വേണ്ടി വരും. 2 ഓപ്പണിങ്സ് അവർക്ക് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? സോ ഡൈജഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദേ ആർ ഇൻട്രാ സെല്ലുലാർ. ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിറ്റൻ. ഡൈജഷൻ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഇൻട്രാ സെല്ലുലാർ. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഡൈജഷൻ എന്താണ്? സ്പോഞ്ചസിൻ്റെ ഡൈജഷൻ ദാറ്റ് ഈസ് ഇൻട്രാ സെല്ലുലാർ. സെൽസിനകത്താണ് ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, ഇൻട്രാ സെല്ലുലാർ ആണ് ഡൈജഷൻ. സ്പോഞ്ചസിൻ്റെ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ആണ്, ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ഇത് ഞാനിങ്ങനെ ഈ ഒരു പാരഗ്രാഫ്, ഈ ഫൈലം പോറിഫെറ, ഇതൊരു പാരഗ്രാഫ്, ഈ ഒരു സിംഗിൾ പാരഗ്രാഫാണുള്ളത്. ആ ഒരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞു തരുമ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഒരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്തിട്ട് അതിന് നേർ ഹാഫാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഹാഫാക്കി ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. ഫസ്റ്റ് ഫൈലം പോറിഫെറ. എന്നിട്ട് ആദ്യം അതിൽ ചെയ്യേണ്ടത് അതിൻ്റെ കോമൺ നെയിം. ഓക്കെ, ജസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് ആ വേർഡ്സ് മാത്രം എഴുതാം, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതരുത്. ഫസ്റ്റത്തെ പോയിന്റ് അതിന് എന്താണ്? ഓൾസോ നോൺ ആസ് സ്പോഞ്ചസ്. സ്പോഞ്ചസ് അതിൽ ഓൾസോ നോൺ ആസ് ഒന്നും എഴുതാൻ പോകരുത്. നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് സ്പോഞ്ചസ് ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്താണ്? അതിൽ അടുത്തൊരു വാട്ടർ കനാൽ സിസ്റ്റംസ്. എനിക്ക് തന്നെ മാറിപ്പോകുന്നുണ്ട്. എന്താണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം? എക്കനോമിക്കാണ്. ഇവിടെ ആർക്കാണ്? വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പം വാട്ടർ കനാൽ സിസ്റ്റം, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി അടുത്തത് പാത്വേ എന്നൊന്നും എഴുതാൻ നിൽക്കരുത്. ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം. അടുത്തത് എന്താണ്? കൊയാനോസൈറ്റ്സ്, കോളാർ സെൽസ്. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ആ നെയിംസ് മാത്രം, ആ വേർഡ്സ് ഉണ്ടല്ലോ, സിംഗിൾ വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ നെയിംസ് മാത്രം എഴുതി വെക്കുക. എന്നിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വായിച്ച് നോക്ക്. നല്ല സുഖമായിരിക്കും പഠിക്കാൻ. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഡൈജഷൻ എങ്ങനെയായിരുന്നു? ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. സോ ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിറ്റൻ മെയ്ഡ് അപ്പ് ഓഫ് സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഇവരുടെ ബോഡി, സ്പോഞ്ചസിൻ്റെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സ്കെലിറ്റൻ ടൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നതാണ്. സോ അവരുടെ സ്കെലിറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് മക്കളെ? ദാറ്റ് ഈസ് സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിറ്റൻ മെയ്ഡ് അപ്പ് ഓഫ് സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഇതുവരെ അസേർഷൻ റീസണിൽ മാറ്റിയിട്ട് തരും. ക്ലിയർ ആണല്ലോ? So very important, the body is supported by a skeleton made up of spicules or spongin fibers. Spicules അല്ലെങ്കിൽ spongin fibers വെച്ചിട്ട്. ഇനി അടുത്തത് ഇവരുടെ സെക്ഷൽ ഡിവിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സി ദ സ്പോഞ്ചസിൻ്റെ അല്ലെങ്കിൽ ഫൈലം പോറിഫെറയുടെ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഓക്കെ, വി കുഡൻറ്റ് ക്ലാസിഫൈ ലൈക്ക് ദാറ്റ്. ഇങ്ങനെ സെക്സസ് സെപ്പറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നോട്ട് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ, സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ ഹെർമാഫ്രൊഡൈറ്റ് എന്ന് പറയുന്നത്. ഹെർമാഫ്രൊഡൈറ്റ്. എന്താണ്? ഹെർമാഫ്രൊഡൈറ്റ് എന്നാണ് പറയുക. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ഹെർമാഫ്രൊഡൈറ്റ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? ഹെർമാഫ്രൊഡൈറ്റ് എന്നാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പം സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ഇൻ ദെയർ കേസ്. ദേ ആർ നോൺ ആസ് ഹെർമാഫ്രൊഡൈറ്റ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? ഹെർമാഫ്രൊഡൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ദാറ്റ് മീൻസ് എന്താണ് ഹെർമാഫ്രൊഡൈറ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. സെക്സസ് സെപ്പറേറ്റ് അല്ല. ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, സെക്സസ് സെപ്പറേറ്റ് ആകുമ്പം, സെക്സ് എന്ന് പറയുന്നത് ഇപ്പം മെയിൽ സെക്സും ഫീമെയിൽ സെക്സും ഉണ്ടാകുമ്പോഴല്ലേ ഫീമെയിലിൻ്റെ എക്സ്
ഫീമെയിൽസ് ആണ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, മെയിൽസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് അവർ സെപ്പറേറ്റഡ് ആകുമ്പോഴല്ലേ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ആണെങ്കിൽ അവരെ വിളിക്കുക എന്താണ്? ഹെർമാഫ്രൊഡൈറ്റ് എന്നാണ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ഹെർമാഫ്രൊഡൈറ്റ്. അങ്ങനെയാണെങ്കിൽ എഗ്സ് ആൻഡ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. ലൈക്ക് മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിങ്ങനെ നമുക്ക് സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ തന്നെയാണ് ബോത്ത് സ്പേമും എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് മീൻസ് ദേ ആർ ഹെർമാഫ്രൊഡൈറ്റ്. ഓർത്ത് വയ്ക്കുക, they are hermaphrodite. That is, eggs and sperms are produced by the same individual. Okay, ഇനി സ്പേംസിൻ്റെ റീപ്രൊഡക്ഷൻ ആണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടി. എന്താണ്? ഹെർമാഫ്രൊഡൈറ്റ്. ഓക്കെ, ഹെർമാഫ്രൊഡൈറ്റ് എന്ന് എഴുതിയാൽ മതി. അവിടെ സ്പേംസ് ആൻഡ് എഗ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡിവിജ്വൽ എന്നൊന്നും എഴുതരുത്. ഫസ്റ്റ് നെക്സ്റ്റ് പോയിന്റ് എന്തായിരിക്കണം? ഹെർമാഫ്രൊഡൈറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഐ തിങ്ക് ഒരു 2 A4 ഷീറ്റിൽ, അതും ഭയങ്കര കുഞ്ഞേതായിട്ട്, ഭയങ്കര നമുക്ക് നോക്കുമ്പോൾ തന്നെ കുറേ കുത്തിക്കൊള്ളിച്ചിട്ട് എഴുതാം. അങ്ങനെ അല്ലാണ്ട് ഞാൻ നല്ല വൃത്തിക്ക് വെറും 2 A4 കംപ്ലീറ്റ് ഫൈലത്തിൻ്റെ ഡിസ്ക്രിപ്ഷനും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഷെയർ ദ പിക്ചർ ഓഫ് ദാറ്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എക്സാമ്പിളായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു PDF പോലെയും ചെയ്തുതരാം. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഡൈജഷൻ ഉണ്ടല്ലോ, ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്പോഞ്ചസിൻ്റെ കേസിൽ ഇൻട്രാസെല്ലുലാറാണ്. ഇങ്ങനെ എല്ലാ ഫൈലത്തിൻ്റെ കേസിലും ഡൈജഷന് നമ്മൾ പറയും. ഇൻട്രാസെല്ലുലാർ ഉണ്ടാകും, എക്സ്ട്രാ സെല്ലുലാർ ഉണ്ടാകും, അത് നമ്മൾ പറയും. സോ നിങ്ങൾ കളർ പെൻസ് എടുക്കുക. ചിലർക്ക് ഇത് വർക്കൗട്ട് ആകും ഈ ഒരു മെത്തേഡ്, ചിലർക്ക് വർക്കൗട്ട് ആവത്തില്ല. ബട്ട് hopefully if anyone gets any kind of benefits from this, that's why I'm saying, okay, you have to take different colors of pen. ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ ഓഫ് പെൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡൈജഷൻ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതെല്ലാ ഫൈലത്തിലും ഈ ഒരു സിംഗിൾ കളർ ഓഫ് പെൻ കൊണ്ട് എഴുതുക. അതുപോലെ തന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ എല്ലാറ്റിലും ഒരേ കളർ കൊണ്ട് എഴുതുക. അതുപോലെ ഇവരുടെ കോമൺ നെയിം എല്ലാത്തിലും ഒരു കളർ കൊണ്ട് എഴുതുക. പിന്നെന്താ അടുത്ത് നമുക്ക് എന്തൊക്കെയുള്ളത്? പിന്നെ ഇവരുടെ സെല്ലുലാരിറ്റി, ലൈക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ഇത് എല്ലാറ്റിലും ഒന്നിലെഴുതുക, ഒരു കളറിൽ എഴുതുക. സിമ്മട്രി എല്ലാറ്റിലും ഒരു കളറിൽ എഴുതുക. ഇങ്ങനെ ഒരു സിംഗിൾ കളർ വെച്ചിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിനോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു A4 ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ കളേഴ്സ് ഡിനോട്ട് ചെയ്തിട്ട് ഇതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ ഇങ്ങനെ ഫൈലത്തിൽ എല്ലാറ്റിലും ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുമ്പോൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ഐ ഡൺ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് മേ വർക്ക് ഔട്ട് ഫോർ സം വൺ, ലൈക്ക് ആർക്കെങ്കിലും ഇപ്പോൾ 10 പേരിൽ ഒരാൾക്കെങ്കിലും അതൊരു ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊക്കെ മുന്നേ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വേണ്ടവർ ചെയ്താൽ മതി, അല്ലാണ്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുള്ളവർ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ? സോ നമ്മൾ ഇപ്പം പഠിക്കുന്നത് സ്പോഞ്ചസിൻ്റെ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ്. നമ്മൾ സെക്സസ് നോട്ട് സെപ്പറേറ്റ് എന്ന് പറഞ്ഞു, ഹെർമാഫ്രൊഡൈറ്റ് എന്നാണ് അവരെ വിളിക്കുക എന്നുള്ളതും പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ തന്നെ എഗ്സും സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞു. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ, ദേ സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് സെക്ഷുവലി ബൈ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഇവരുടെ അസെക്ഷുവൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴിയും, സെക്ഷുവൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ബൈ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ഫോം ചെയ്തിട്ട്. എന്താണ് ഗ്യാമീറ്റ്സ്? ഇറ്റ് മേ ബി എഗ്സ് ആൻഡ് സ്പേംസ്. ഓക്കെ, സെയിം ഇൻഡിവിജ്വൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എഗ്സും സ്പേംസും എന്നീ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ്. ഓക്കെ, ഡിവിഷനാണ്, ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഫെർട്ടിലൈസേഷൻ അടുത്ത് കണ്ടോ. ഫെർട്ടിലൈസേഷൻ നമുക്ക് എല്ലാ ഫൈലത്തിലും പഠിക്കാനുണ്ട്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ, എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണോ, ഡെവലപ്മെൻറ്റ് ഏത് കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ആണെന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷന് നിങ്ങളൊരു സിംഗിൾ കളർ ഓഫ് പെൻ യൂസ് ചെയ്യുക, ഡെവലപ്മെൻറ്റിന് ഒരു സിംഗിൾ കളർ ഓഫ് പെൻ യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് വേറെ കളർ ഓഫ് പെന്ന്, അതായത് എക്സാമ്പിൾസുകൾ എല്ലാതും ഒരു സിംഗിൾ കളർ കൊണ്ട് എഴുതുക. അങ്ങനെ ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് നമ്മളിപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു. Sexes are not separate, hermaphrodite, asexually by fragmentation, sexually by formation of gametes. Next about fertilization. See, ഇവർ ഗാമീറ്റ്സ് ഫോം ചെയ്തിട്ടാണല്ലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇൻറ്റേർണൽ ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്.
ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് മക്കളെ? ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ്. എന്താണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൈൻഡ് ഓഫ് ഡെവലപ്മെൻ്റ് ആണുള്ളത്. ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാകും? ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകും. ഡയറക്റ്റായിട്ട് അവർ ഇൻഡിവിജ്വലായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. അവർക്കൊരു എംബ്രിയോണിക് സ്റ്റേജിൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകും. ദേ ഹാവ് എ ലാർവൽ സ്റ്റേജ് ദാറ്റ് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ് ഫ്രം ദ അഡൽട്സ്. അഡൽട്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള മോർഫോളജി, ലൈക്ക് മോർഫോളജിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അഡൽട്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും ഈ ലാർവൽ സ്റ്റേജ്. അങ്ങനത്തെവരെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ഒരു ലാർവൽ സ്റ്റേജ് അവർക്ക് ഉണ്ടാകത്തില്ല. ഡയറക്റ്റ് ഇവർ അഡൽട്ടായി മാറുന്നുണ്ട്. ലൈക്ക് ഒരു മോർഫോളജിക്കൽ ഡിസ്റ്റിങ്ഷൻ അവർക്ക് വരുന്നില്ല. എന്നാൽ ഒരു ലാർവൽ സ്റ്റേജ് പ്രസൻ്റ് ആണ്. ആ ലാർവൽ സ്റ്റേജ് അഡൽട്ടുമായിട്ട് നോക്കുമ്പോൾ മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ് എങ്കിൽ ദേ ആർ നോൺ ആസ് ഇൻഡയറക്റ്റ്. their development is indirect. ഓക്കെ, അപ്പം സ്പോഞ്ചസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്പോഞ്ചസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ് their larval stage from the adults. അഡൽട്സിൽ നിന്നും അവരുടെ ലാർവൽ സ്റ്റേജ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ അഡൽട്സ്. ഓക്കെ, സോ നമ്മൾ ഫൈലം പോറിഫെറയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഇപ്പോൾ പറഞ്ഞു. ക്ലിയർ? ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസാണ് പഠിക്കാനുള്ളത്. ഇവരുടെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പോറിഫെറയുടെ മാത്രം എന്നല്ല, എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദ PYQs, previous year questions, you can see many questions, or most of the questions are based on the examples. Like they will give you the examples, they will provide you the examples. If like in molluscus you can see double names. ഓക്കെ, ഇപ്പം നമ്മൾ മൊലുസ്ക എന്ന് പറയുന്ന ഫൈലത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡബിൾ നെയിംസ് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. സി ഓക്കെ, നോക്കൂ, മൊലുസ്ക എന്ന് പറയുന്ന ആളെടുത്തിട്ട് കണ്ടോ, പപ്പില. പില എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു നെയിമാണ് ആപ്പിൾ സ്നെയിൽ, പിങ്ക്ടാഡ പേൾ ഓയിസ്റ്റർ, സിപ്പിയ കട്ടിൽ ഫിഷ്, ലൊലിഗോ സ്ക്വിഡ്, ഒക്ടോപ്പസ് ഡെവിൽ ഫിഷ്, അപ്ലൈസിയ സീ ഹെയർ. ഇങ്ങനെ ഡബിൾ നെയിംസ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഡബിൾ നെയിംസിൽ നിന്നും ചിലപ്പം ഈ ഒരു നെയിം എടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആദ്യത്തെ നെയിംസാണ്. ആദ്യത്തെ നെയിം കിട്ടിയാൽ നമ്മൾ ചിലപ്പം അവരുടെ നെതർ നെയിം നമ്മൾ പറയും. കോമൺ നെയിം ചിലപ്പം പില എന്ന് കേട്ടാൽ ഓക്കെ അത് ആപ്പിൾ സ്നെയിലാന്ന് പറയും. പക്ഷേ ആപ്പിൾ സ്നെയിൽ പിലയാണ് എന്ന് ഓർത്ത് വയ്ക്കാൻ ചിലപ്പം നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ചിലപ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. പേൾ ഓയിസ്റ്റർ വെച്ചിട്ട് ചോദിക്കും. പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്നത് പിങ്ക്ടാഡയാണ്, നമുക്കപ്പോൾ മനസ്സിലാവണം. അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ എക്സാമ്പിൾസ്, ഓരോ ഫൈലത്തിൻ്റെ എക്സാമ്പിൾസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അതുകൊണ്ട് അത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സ്പോഞ്ചസിൻ്റെ അല്ലെങ്കിൽ പോറിഫെറയുടെ എക്സാമ്പിൾസ് ആണ്, വിച്ച് ഈസ് വെരി ഈസി. ലൈക്ക് അവരുടെ ആ ഒരു ഫൈലത്തിൻ്റെ നെയിമുമായിട്ട് തന്നെ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ദ ഫസ്റ്റ് വൺ ഈസ്, നിങ്ങൾ ആദ്യം ഇത് പഠിച്ചോ, ദാറ്റ് ഈസ് സ്പോഞ്ചില്ല. സ്പോഞ്ചസ് അല്ലേ കോമൺ നെയിം? ഫൈലം പോറിഫെറയുടെ കോമൺ നെയിം എന്ന് പറയുന്നത് സ്പോഞ്ചസ് ആണ്. സോ അതിലൊരു എക്സാമ്പിളാണ് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. സ്പോഞ്ചില്ല ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. മാറിപ്പോകും ഫ്രഷ് വാട്ടർ സ്പോഞ്ചും അതേപോലെ തന്നെ ബാത്ത് സ്പോഞ്ചും. ബാത്ത് സ്പോഞ്ചും ഫ്രഷ് വാട്ടർ സ്പോഞ്ചും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ശ്രദ്ധിക്കുക. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം. അതായത് സ്പോഞ്ചില്ലയുടെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ് ഫ്രഷ് വാട്ടർ സ്പോഞ്ചും തരാം, ബാത്ത് സ്പോഞ്ചും തരാം. മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് വൺ സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഓക്കെ, അടുത്തതാണ് യു സ്പോഞ്ചിയ, ദാറ്റ് ഈസ് ബാത്ത് സ്പോഞ്ച്. യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ക്ലിയർ ആണോ മക്കളെ? സ്പോഞ്ചില്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ഞാൻ ഓർത്ത് വെക്കൽ ഇങ്ങനെയാണ്. എസ് എന്ന് പറയുന്ന ലെറ്റർ അല്ലേ സ്പോഞ്ചില്ലയുടെ ഫസ്റ്റ് ലെറ്റർ. നമ്മൾ പൊതുവേ ഞാൻ ഈ ലിവിങ് വേൾഡ് എടുത്തത് തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ. അവരുടെ ലൈക്ക് ഇപ്പം എൻ്റെ അടുത്തുള്ള ആളല്ലേ എഫ്, അല്ലെങ്കിൽ എഫിൻ്റെ അടുത്തുള്ള ആളല്ലേ ഇത്, അപ്പോൾ അവർ ഒരുമിച്ചായിരിക്കും വരിക, മറ്റത് ദൂരെ ആയിരിക്കും വരിക എന്നൊക്കെ. ഇൻ്റർനാഷണൽ ICZN-ഉം ICBN-ഉം
നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. IC, ZN, IC, BN ഇവിടെ ഓഫാണോ 4 ആണോ എന്നിങ്ങനെ ഓർത്ത് വെക്കണം എന്നൊക്കെ ഞാൻ എന്താ പറഞ്ഞു തന്നിരുന്നത്? ബീൻ്റെ അടുത്തുള്ള ആൾ ആരാണ്? 4 ആണ്. ഇസഡിൻ്റെ അടുത്തുള്ള ആൾ O ആണ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? സോ ഐ ഡു ഫോളോ ദാറ്റ് മെത്തേഡ് ആൻഡ് അതെനിക്ക് പല സ്ഥലത്തും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാറ്. ദാറ്റ് ഇസ് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല എന്ന് പറയുമ്പം S ആണ്. പിന്നെ നമ്മൾക്ക് അവിടുത്തെ കോമൺ നെയിംസ് ഉള്ളത് ഒന്ന് ഫ്രഷ് വാട്ടർ സ്പോഞ്ചും ബാത്ത് സ്പോഞ്ചും ആണ്. എസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ F ആണോ B ആണോ? F ആണ്. സോ സ്പോഞ്ചില്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അടുത്ത യൂസ്പോഞ്ചിയ E ആണല്ലോ. യൂസ്പോഞ്ചിയ E ആണ്. ഈൻ്റെ അടുത്തിരിക്കുന്ന ആൾ ലൈക്ക് ഈൻ്റെ അടുത്തിരിക്കുന്ന ആൾ B ആണോ F ആണോ? അത് നിങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എസ്സും ഇയും ആണ് കമ്പയർ ചെയ്യേണ്ടത്. എസ്സും ഉണ്ട് ഇയും ഉണ്ട്. നമ്മൾക്ക് എഫും ഉണ്ട് ബിയും ഉണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ദൂരെയുള്ള ആൾ F ആണ്. എസ്സിനെ സംബന്ധിച്ച് F ആണ് അടുത്ത്, ഈനെ സംബന്ധിച്ച് B ആണ് അടുത്ത്. അങ്ങനെയാണ് നോക്കേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ആണെങ്കിൽ മായ്ച്ച് കളഞ്ഞേക്ക്. ഞാൻ അങ്ങനെയാണ് ഓർത്ത് വയ്ക്കാറ്. ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. എസ്സും ഇയും ആണുള്ളത്. സ്പോഞ്ചില്ല, യൂസ്പോഞ്ചിയ. അപ്പം സ്പോഞ്ചില്ല എന്ന് പറയുമ്പം അതിൻ്റെ കുറച്ചും കൂടെ അടുത്തുള്ള ആളെന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ F ആണ്. ബീനെക്കാട്ടിലും എസ്സിൻ്റെ അടുത്തുള്ള ആൾ F ആണ്. പിന്നെ യൂസ്പോഞ്ചിയ, ദാറ്റ് ഇസ് ബാത്ത് സ്പോഞ്ച്. ക്ലിയർ ആണല്ലോ മക്കളെ? വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ദ ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് സൈക്കൺ സ്കൈഫ. അത് നമുക്ക് മാറത്തില്ല. ഇറ്റ് ഇസ് വെരി ഈസി. അപ്പം 3 എക്സാമ്പിൾസ് ആണ് നമുക്ക് സ്പോഞ്ചസിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ദാറ്റ് ഇസ് സൈക്കൺ, സ്കൈഫ, യൂസ്പോഞ്ചിയ, പിന്നെ അതുപോലെ തന്നെ സ്പോഞ്ചില്ലിൻ്റെ കോമൺ നെയിം എന്താണ്? ദാറ്റ് ഇസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ആൻഡ് യൂസ്പോഞ്ചിയേണ്ടത് ബാത്ത് സ്പോഞ്ചാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് ഫൈലം പോറിഫെറയിൽ പഠിക്കാനുള്ളത്. തീർന്നിട്ടില്ല. ഡയഗ്രാംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡയഗ്രാംസ് നോക്കുക. ദിസ് ഇസ് സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ. ഇതെന്താണ് മക്കളെ? ദാറ്റ് ഇസ് സൈക്കൺ അതല്ലെങ്കിൽ സ്കൈഫ എന്ന് പറയും. സൈക്കൺ എന്നാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. വി ഓൾസോ വാണ്ട് ടു ലേൺ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കൈഫ. എന്താണ് മക്കളെ? സ്കൈഫ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ദിസ് ഇസ് സൈക്കൺ അല്ലെങ്കിൽ സ്കൈഫ. ഇനി അടുത്ത് നോക്കുക. ദിസ് ഇസ് ദ യൂസ്പോഞ്ചിയ. ദാറ്റ് ഇസ് യൂസ്പോഞ്ചിയ. കാണാൻ തന്നെ നമുക്ക് എന്താണ്? അതിനി അടുത്തൊരു പ്രശ്നമാണ്. ഇവരിൽ ആരാണ് യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല എന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കുക. യൂസ്പോഞ്ചിയൻ്റെ കോമൺ നെയിം എന്താണ്? ബാത്ത് സ്പോഞ്ച് അല്ലേ? ഓക്കെ, അതും ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഒരു രീതി കേട്ടോ. യൂസ്പോഞ്ചിയൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ബാത്ത് സ്പോഞ്ച് ആണ്. നമ്മൾ ഈ ബാത്ത് സ്പോഞ്ചസ് പൊതുവേ കണ്ടിട്ടുണ്ടാകും. ഈ സ്പോഞ്ചല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഭവം സ്പോഞ്ചസ് കണ്ടിട്ടില്ലേ? നല്ല സ്പഞ്ച് കണ്ടിട്ടുണ്ടാകും. അപ്പം ബാത്ത് സ്പഞ്ചിൻ്റെ കേസിൽ അവരിങ്ങനെ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് റെക്ടാങ്കുലർ ഷേപ്പിലാണ് അവരുണ്ടാവുക. ഓക്കെ, ഇങ്ങനത്തെ സ്പഞ്ചസ് ഉണ്ടാകും വീട്ടിലൊക്കെ. സോ ബാത്ത് സ്പോഞ്ച് അതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പം ദാറ്റ് ഈസ് യൂസ്പോഞ്ചിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബാത്ത് സ്പോഞ്ച്. യൂസ്പോഞ്ചിയ എന്ന് പറയുന്നത് ബാത്ത് സ്പോഞ്ചാണ്. ഡയഗ്രത്തിൽ നിന്ന് അങ്ങനെ നോക്കി മനസ്സിലാക്കാം. ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ ഒരു സ്പഞ്ച് ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് സ്പോഞ്ചില്ല ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഓക്കെ, ഒന്നും കൂടെ പറയാണ്. ദിസ് ഇസ് സൈക്കൺ ഓർ സ്കൈഫ ആൻഡ് ദിസ് ഇസ് യൂസ്പോഞ്ചിയ ഓർ ബാത്ത് സ്പോഞ്ച് ആൻഡ് ദിസ് ഇസ് സ്പോഞ്ചില്ല, ദാറ്റ് ഇസ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയാണ് നമുക്ക് ഫൈലം പോറിഫെറയിൽ പഠിക്കാനുള്ളത്. കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവറി ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ലേൺ ഇറ്റ്. Each and every line of this phylum is very, very important. Not only of this phylum, for all phylum. അതൊന്നും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ടാബുലർ കോളം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, നിങ്ങൾ ഷെയർ ചെയ്ത് തരാം, നോക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതോടുകൂടെ നമ്മളുടെ ഫൈലം പോറിഫെറ ദ ഫസ്റ്റ് ഫൈലം ഇവിടെ തീരുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടെ സില്ലിയായിട്ട് കാണുന്ന കാര്യങ്ങളടക്കം എല്ലാം പറഞ്ഞിട്ടുണ്ട്. NCERT കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. ഡയഗ്രാംസ് പറഞ്ഞിട്ടുണ്ട്, ടാബുലർ കോളം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ബേസിസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, നമ്മളെ ചാപ്റ്ററിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. എല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടെ പഠിക്കുക. കൺഫ്യൂസ്ഡ് ആയിട്ട് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പഠിക്കരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇത്രയും പഠിക്കാൻ പറ്റുന്നുള്ളൂന്നുണ്ടെങ്കിൽ അത്ര പഠിച്ചിട്ട് അത് എടുത്ത് വയ്ക്കുക. ഓക്കെ, അല്ലാണ്ട് തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പഠിക്കാൻ നിൽക്കരുത്. മൈൻഡിൽ നിൽക്കത്തില്ല. ഓക്കെ, മൈൻഡിൽ നിൽക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക.
ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഐ വിൽ ഷെയർ യു വാട്ട് എവർ ഐ ഹാവ് ഡൺ. ഐ വിൽ ഷെയർ ദാറ്റ് PDF. ഓക്കെ, സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ ഫൈലം പോറിഫെറ പക്ക ക്ലാരിറ്റിയോട് കൂടെ അങ്ങോട്ട് പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ? പക്ക ക്ലാരിറ്റിയോട് കൂടെ പഠിച്ചേക്കുക. ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയണം. ആ വാട്ടർ കനാൽ സിസ്റ്റം, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, കാരണം എക്കനോഡോമിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം വരുമ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ ആ പാത്വേ എങ്ങനെയായിരുന്നു? ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം, അങ്ങനെയാണല്ലോ ആ പാത്വേ വരുന്നത്. പിന്നെ ഇവരുടെ സെൽസ്, കോളാർ സെൽസ്, സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, കോളാർ സെൽസ് അല്ലെങ്കിൽ കൊയാനോസൈറ്റ്സ് ഈ കനാലിനെയും സ്പോഞ്ചോസിലിനെയൊക്കെ ലൈൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ്, ഇൻഡയറക്റ്റ് എന്താണ്, ഡയറക്റ്റ് എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് നേരിട്ടെടുത്തല്ല, അതിൻ്റെ ഇടയിൽ എന്തോ സംഭവം ഉണ്ട്, അതാണല്ലോ ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ. ഇടയിൽ കൂടെ എന്തോ സംഭവം ഉണ്ട് എന്ന് വെച്ചാൽ അവർക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ആ ലാർവൽ സ്റ്റേജ് മോർഫോളജിക്കലി നോക്കുകയാണെങ്കിൽ അഡൽട്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് ഡൺ ടുഡേ. സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു. ഹോപ്പ് ഓൾ യു വിൽ ഡു വെൽ. താങ്ക് യു.